തിരുവനന്തപുരം നേമം സഹകരണ ബാങ്കിൽ ED റെയ്ഡ്. 96 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതിലാണ് ED പരിശോധന. ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും റെയ്ഡ് നടക്കുകയാണ്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, ഈ നേമം സഹകരണ ബാങ്കിൽ ED റെയ്ഡ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? CPM ഭരണസമിതിയാണ് നേമം സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. ഇവിടെ വ്യാപകമായ ക്രമക്കേട് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. 96 കോടി രൂപയുടെ ക്രമക്കേടാണ് ഉണ്ടായിരുന്നത്. അത് പലതരത്തിലാണ്. വായ്പ നൽകിയ വകയിൽ 34 കോടി രൂപ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും അതിൽ 15 കോടി രൂപ മാത്രമേ ബാങ്കിൽ ഈടായിട്ട് ഉള്ളൂ. അതോടൊപ്പം തന്നെ പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് 10 കോടി രൂപയാണ്. ഇതിൽ 4.83 കോടി രൂപ മാത്രമാണ് രേഖയിലുള്ളത്. ഇത്തരത്തിൽ മുൻ സെക്രട്ടറിമാരും ഭരണസമിതി അംഗങ്ങളും ക്രമക്കേട് നടത്തിയെന്നാണ് പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. ഇതിന്റെ നേമത്തുള്ള ഓഫീസിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ മുൻ സെക്രട്ടറിമാരുടെ വീടുകളിൽ പരിശോധനയുണ്ട്. മുൻ സെക്രട്ടറിമാരായ S ബാലചന്ദ്രൻ, അതോടൊപ്പം തന്നെ CPA കമ്മിറ്റി അംഗമായ R പ്രദീപ്, മുൻ ഭരണസമിതി അംഗങ്ങൾ, അങ്ങനെ വിവിധ ആളുകളുടെ വസതികളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇവിടുന്ന് നിരവധി രേഖകളും കണ്ടെത്തിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേമം സഹകരണ ബാങ്കിൽ ED റെയ്ഡ് നടത്തുന്നു. അവിടുത്തെ ഭാരവാഹികളുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് സിജോ വി ജോൺ റിപ്പോർട്ട് ചെയ്യുന്നത്.